പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ മതേതരത്വം. NMR റസാക്ക് മത്സരിച്ചാൽ അത് ഡീൽ. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകതരം മതേതരത്വത്തെ സംബന്ധിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EN സുരേഷ് ബാബു ഇന്ന് ഉന്നയിച്ച ചോദ്യം അത് ഒരു ഒന്നൊന്നര ചോദ്യമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കൃഷ്ണദാസ് മത്സരിക്കുമ്പോൾ ഇല്ലാത്ത അല്ലെങ്കിൽ സരിൻ മത്സരിക്കുമ്പോൾ ഇല്ലാത്ത ഒരു വിശേഷണം റസാക്ക് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നു. അതിലെന്തെങ്കിലും അസ്വാഭാവികത കാണുന്നുണ്ടോ? അത് അവരോട് തന്നെ ചോദിക്കണം. ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകാത്ത അസ്വാഭാവികത എങ്ങനെയാണ് റസാക്ക് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. ആരോട്? കോൺഗ്രസിന്റെ VD സതീശനോടും KC വേണുഗോപാലിനോടും ചോദിക്കേണ്ട കാര്യമാണ്. അതാണ് അവർക്ക് ഭയമാണ്. അതാ ഈ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള വേവലാതിയാണ്. ആ വേവലാതിയിൽ നിന്നാണ് ഇങ്ങനെ എന്താ പറയുക, ഒരു കാലത്തും കേരളത്തിലെ ഒരു മലയാളികളും വിശ്വസിക്കാത്ത CPM BJP ഡീൽ എന്ന ആരോപണം കൊണ്ടുവരുന്നത്. ഒരാളും വിശ്വസിക്കില്ല. കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിയവരാ BJPയും കോൺഗ്രസും ഈ ജില്ലയിൽ. കേട്ടല്ലോ, പ്രസക്തമായ ചോദ്യമല്ലേ. എങ്ങനെയാണ് ഷാഫി പറമ്പിൽ എന്ന മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷക്കാരൻ അവിടെ മത്സരിച്ച സന്ദർഭത്തിൽ അത് പാലക്കാടിന് വേണ്ടി കോൺഗ്രസിന്റെ മതേതരത്വ ഇടപെടലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മണ്ഡലത്തിലെ തന്നെ വോട്ടറായിട്ടുള്ള അവിടത്തെ സുപരിചിതനായിട്ടുള്ള NMR റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഉടനടി സതീശനും ടീംസും ഇറങ്ങി നിന്ന് അത് BJP ഡീൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രണ്ടു തരം മുസ്ലിങ്ങളുണ്ടോ? കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിങ്ങൾ മതേതരരും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് മതേതരത്വമില്ല, അത് ഡീലിന്റെ ഭാഗമാണ്, അവർ RSSകാരാണെന്നൊരു പ്രചരണം നടത്തുന്നതിന്റെ പിന്നിലെ ദുരുദ്ദേശം എന്താണെന്ന് ചിന്തിച്ചൂടെ? അതായത് പാലക്കാട് CPM നടത്തിയിരിക്കുന്ന അപ്രതീക്ഷിത ഇടപെടൽ അത് കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. P സരിൻ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇവർ കരുതിയിരുന്നത്. അതിനപ്പുറത്തേക്ക് ആ മണ്ഡലത്തിൽ പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇടതുപക്ഷം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അത് ആകെ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ആശങ്ക ഒരു പരാജയ ഭീതിയായി ഉള്ളിൽ ഉടലെടുത്തപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കണം, അതായത് മുസ്ലിം വോട്ടുകൾ ഞങ്ങൾക്ക് തന്നെയാണ്, അത് ഉറപ്പിച്ചു വച്ചിരുന്ന വോട്ടുകൾക്ക് മുകളിലേക്കാണ് ഇടതുപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള ആ നീക്കം നടത്തിയത്. അതോടുകൂടി ചിതറിയ അവസ്ഥയിലാണ് ഇപ്പോൾ പാലക്കാടുകാർക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ ഒരു ന്യൂനപക്ഷക്കാരൻ മത്സരിക്കുന്നത് ഡീലാണെന്ന് പറയുമ്പോൾ ഇന്നലകളിൽ കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ മത്സരിപ്പിച്ചതും BJPയുമായിട്ടുള്ള ഡീലായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരമെന്നറിയാൻ ഈ നാട്ടുകാർക്ക് താല്പര്യമുണ്ട്. നമ്മൾ പരാജയപ്പെടുമെന്നുള്ളിടത്തെല്ലാം ഒറ്റയടിക്ക് പറയാൻ പറ്റിയ എളുപ്പ പരിപാടിയാണ് BJP ഡീൽ. എന്നാൽ യഥാർത്ഥത്തിൽ BJPയുമായി ഡീൽ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നഗ്നമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് കാണാൻ കഴിയും. കോൺഗ്രസുകാർ താളത്തിൽ കൊണ്ടുവന്ന് BJPയെ സഹായിക്കുന്ന അവസ്ഥ. ഇതും പോരാഞ്ഞിട്ടും കേരളത്തിൽ ഓരോ മണ്ഡലങ്ങളിലും BJP വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആരുടെ വോട്ടാണ് കുറഞ്ഞു പോയിട്ടുള്ളത്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ശോഷിച്ചതെന്ന് ചിന്തിക്കാൻ ശേഷിയുള്ളവർ, വിലയിരുത്താൻ ശേഷിയുള്ളവർ ഒന്ന് പരിശോധിച്ചാൽ അപ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും എങ്ങനെയാണ് കോൺഗ്രസ് ലോപിച്ച് BJP ആയി തീരുന്നതെന്ന്. എന്നിട്ട് സംഘപരിവാറിനെതിരെ ശക്തമായിട്ട് ഒരു വാചകം പറയാത്തവർ, അതിനെതിരെ പ്രതികരിക്കാത്തവർ, നിശബ്ദത കൊണ്ട് പോരാട്ടം നടത്തുന്നവർ, ഞങ്ങളാണ് യഥാർത്ഥ മതേതരർ എന്ന് അഭിനയിക്കുന്നിടത്ത് നാട്ടുകാർ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് NMR റസാക്കിനെ അവിടെ മത്സരിക്കാൻ ഇറക്കിയത് അത് കൃത്യമായിട്ടുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ മണ്ഡലത്തിലുള്ള ജനസ്വാധീനമുള്ള പൊതുസമ്മതനായിട്ടുള്ള ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയാൽ പാലക്കാട് ഒപ്പം വരുമെന്ന് ഇടതുപക്ഷം കൃത്യമായി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ മണ്ഡലത്തിനകത്ത് സുപരിചിതനും ഒപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തി അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പേടിച്ചുള്ള ആ ഡീൽ ആരോപണത്തെ ജനം പുച്ഛിച്ച് തള്ളേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് EN സുരേഷ് ബാബു എന്ന ജില്ലാ സെക്രട്ടറി കൃത്യമായി പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ.